Hi students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം അസസ്മെന്റ് 1ന്റെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ആറാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മിസ്റ്റർ എബ്രഹാം is a manager of a company in Chennai. അതൊന്ന് മാർക്ക് ചെയ്തോ. The following particulars of his income from salary are available. Salary per month ആണ് 50,000. Rent paid by company on accommodation provided him to free of cost 36,000. Bonus 24,000. Leave salary 62,000. The company has provided him furniture, TV and refrigerator costing at the assets ആണ്. That means furniture 25,000, 12,000 and 8,000 respectively. He is provided with the free use of chauffeur. Chauffeur means driver. Driven small car for official purpose. Expenses for its maintenance are met by employer. The company has also paid him 40,000 for medical expenses in a private hospital and 12,000 on account of gas, electricity and water charges. The company has provided a gardener, sweeper and cook, and the expense paid by company are 8,900,000 per month respectively. He has paid 8,000 insurance policy on his life policy, 4,000 on the policy of his wife and 3,000 on the policy of his married daughter. Then he paid during the year 2,500 on tax on employment, computers total income and tax liability. For the year 2019-20 ആണ് നമ്മളത്. ഇത് ഒരു വർഷം മുമ്പുള്ള ബുക്ക് ആയതുകൊണ്ടാണ് 18-19 എന്നുള്ളത്. സോ അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും. ഹിസ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എബ്രഹാം ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റം ആദ്യം നമ്മൾ എഴുതി ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആകെ ഒരൊറ്റ ഹെഡ് ഓഫ് ഇൻകമേ ഉള്ളൂ, ഇൻകം ഫ്രം സാലറി പ്ലസ് ഡിഡക്ഷൻസ് ഉണ്ട് ATC. വേറെ ഒരു ഹെഡ് ഓഫ് ഇൻകവും ഇല്ല. സോ സാലറിയിൽ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം ആണിത്. സോ നമ്മുടെ ഇൻകം ഫ്രം സാലറി നമുക്ക് നോക്കാം. സാലറി 50,000 പെർ മന്ത് ആണ്. ഇൻറ്റു 12 6 lakh. ബോണസ് 24,000. ലീവ് സാലറി 62,000. റെന്റ് ഫ്രീ അക്കോമഡേഷൻ അവിടെ നിൽക്കട്ടെ. റെന്റ് പെയ്ഡ് ബൈ ദ കമ്പനി ഓൺ അക്കോമഡേഷൻ, അത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. അവിടെ സൈഡിൽ എഴുതി വെച്ചോ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. Then the company has provided him furniture, TV, refrigerator costing 25,000, 12,000 and 8,000. അത് എന്തിനു വേണ്ടിയിട്ടാ? അത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ നമ്മൾ ഓർക്കുന്നുണ്ടോ? അതാണ് ഇത്. ഇപ്പൊ എടുക്കണ്ട, അത് നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കൂടെ എടുത്താൽ മതി. He is provided with the free use of chauffeur driven small car for official purpose. The car is provided by the employer which is used for official purpose ആണെങ്കിൽ nothing is taxable. അപ്പോൾ നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോ, കാർ ബ്രാക്കറ്റിൽ സ്മോൾ കാർ യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് നോട്ട് ടാക്സബിൾ. മോട്ടോർ കാർ, വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ ബ്രാക്കറ്റിൽ യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഹൈഫൺ നിൽ. ഒന്നുകൂടെ പറയാം, മോട്ടോർ കാർ ബ്രാക്കറ്റില് കാർ യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് നിൽ. Are you clear? Then the company has also paid 40,000 for medical expenses in a private hospital, 12,000 on account of gas, electricity and water charges. അതായത് 40,000 പ്രൈവറ്റ് ഹോസ്പിറ്റലില് മെഡിക്കൽ എക്സ്പെൻസ് 40,000 ആയി. അത് നത്തിങ് ഇസ് ടാക്സ്. നമുക്ക് ഒരു എക്സംഷനും കിട്ടത്തില്ല. അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരുന്നുണ്ടെങ്കിൽ ആ 40,000 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് നമ്മൾ ആ 40,000 പ്ലസ് ഗ്യാസ് 12,000 ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എല്ലാം കൂടെ 12,000 മൊത്തം 52,000. അതായത് 40,000 പ്ലസ് 12,000 ആണ് ഈ 52,000. ഓക്കെ, 40,000 മെഡിക്കൽ എക്സ്പെൻസും 12,000 ഗ്യാസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. Then the company has provided him a gardener, sweeper and cook, and expense were paid by the company. അത് per month ആണ്. So gas, electricity, sweeper, gardener and cook 800 plus 900 plus 1,000 into 12 32,400. Then അടുത്തത് നമ്മുടെ ATC വരുന്നതാണ്. സോ നമുക്ക് ഇനി റെന്റ് ഫ്രീ അക്കോമഡേഷനിലോട്ട് പോവാം. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം. So rent paid by the company on accommodation provided him to free of cost.
അപ്പോൾ നമുക്കറിയാം റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ ഹയർഡ് ബൈ ദി എംപ്ലോയർ ആണോ നമ്മൾ എങ്ങനെ അറിയും? റെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അക്കോമഡേഷൻ ഹയർഡ് ബൈ ദി എംപ്ലോയർ ആണ്. റെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അക്കോമഡേഷൻ ഹയർഡ് ബൈ ദി എംപ്ലോയർ എന്നാണ്. സോ നമ്മൾ എഴുതി റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഹയർഡ് ബൈ ദി എംപ്ലോയർ. ദാറ്റ് മീൻസ് 15% ഓഫ് സാലറി ഓർ ഹയർ ചാർജസ് വിച്ച് എവർ ഇസ് ലെസ്. സോ 15% of salary. Salary എന്ന് പറയുന്നത് basic salary plus allowances plus bonus plus commission. So basic salary 60,000 എഴുതി, allowance ഇവിടെ വേറെ ഒന്നും ഇല്ല, ബോണസ് 24,000, പിന്നെ ലീവ് സാലറിയും കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും 62,000. നമ്മുടെ ഹയർ ചാർജസ് എന്ന് പറഞ്ഞാൽ 36,000 ആണ്. ഇതിൽ ഏതാണ് ചെറുത്? 36,000. ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. സോ ആ 36,000 ഇവിടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിന്റെ 10%. സോ ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. സോ അതായത് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ 25,000 പ്ലസ് 12,000 പ്ലസ് 8,000, ദാറ്റ് ഇസ് 4,000. അതിന്റെ 10% 45,000 ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അതിന്റെ 10% 4,500. 36,000 കൂടെ 4,500 ആഡ് ചെയ്യുമ്പോൾ 40,500 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ 8,10,900. 8,10,900. So less deduction, standard deduction on the salary 40,000. Then ഒരു professional tax ഉണ്ട് ഏറ്റവും ലാസ്റ്റ്. He paid, that means professional tax അല്ലെങ്കിൽ employment tax. He paid during the year 2,500 as tax on employment. Professional tax 2,500. So നമ്മുടെ income from salary എന്ന് പറഞ്ഞാൽ 7,68,400. സോ ഇപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ ഇൻകം ഫ്രം സാലറി മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാലൻസ് പോർഷൻ നെക്സ്റ്റ് സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബുസ്കോ ക്യാമ്പസ് സെഷൻ.